വയനാട് പനമരത്ത് CPM പൊതുയോഗത്തിൽ വീണ്ടും വിവാദ പരാമർശമുണ്ടായി. പനമരം പഞ്ചായത്ത് പ്രസിഡന്റായി മുസ്ലിം ലീഗ് നിശ്ചയിച്ചത് മുസ്ലിം സ്ത്രീയെന്നും കോൺഗ്രസ് ഇടപെടലിനെ തുടർന്ന് ആദിവാസി പെണ്ണിനെ പ്രസിഡന്റാക്കിയെന്നുമാണ് CPM ജില്ലാ കമ്മിറ്റി അംഗം N. പ്രഭാകരൻ്റെ പരാമർശം. പ്രസംഗത്തിനെതിരെ യൂത്ത് ലീഗ് രംഗത്ത് വന്നു. എന്നാൽ താൻ ആരെയും വ്യക്തിപരമായി കുറ്റപ്പെടുത്തിയില്ലെന്നാണ് N. പ്രഭാകരൻ്റെ വിശദീകരണം. പ്രസിഡന്റ് ഇലക്ഷന്റെ രാവിലെ ലീഗിനെ അടിവലിച്ചുകൊണ്ട് വേറെ ആളുകൾ കോൺഗ്രസുകാർ വളരെ സമർത്ഥമായിട്ട് ലീഗാരിയായ ഹസീനെ പുറത്താക്കി ആദിവാസി പെണ്ണിനെ പ്രസിഡന്റാക്കി. അങ്ങനെ മുസ്ലിം വനിത ആദ്യമായി പ്രസിഡന്റായ മുസ്ലിം വനിതയെ ലീഗ് മറിച്ചിട്ടു എന്ന ചരിത്രപരമായ തെറ്റാണ് പനമരത്ത് ലീഗ് ചെയ്തിട്ടുള്ളത്. അടുത്ത പഞ്ചായത്ത് ഇലക്ഷനിൽ ലീഗുകാർ മുസ്ലിം വീടുകൾ കയറുമ്പോൾ കയ്യും കെട്ടി നിന്നും മറുപടി പറയേണ്ടി വരും എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. ഈ പഞ്ചായത്തിലെ മുസ്ലിങ്ങൾ തന്നെ നിങ്ങളെ കൊണ്ട് മറുപടി പറയിപ്പിക്കും, അതിൽ സംശയമില്ല. അങ്ങനെയുള്ള ഒരു രാഷ്ട്രീയ ചരിത്രം കൂടി ഈ പനമരത്തിനുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പോകണം. CPM ഇന്നലെ പനമരത്ത് നടത്തിയ പൊതുയോഗവുമായി ബന്ധപ്പെട്ട് ലക്ഷ്മി ആലക്കമുറ്റത്തെ പ്രസിഡന്റായി തിരഞ്ഞെടുത്തതിന് പാർട്ടി മറുപടി പറയേണ്ടി വരും എന്നുള്ള ഗുരുതരമായ ആരോപണമാണ് നടത്തിയിട്ടുള്ളത്. മാത്രമല്ല, ജനറൽ വിഭാഗത്തിലുള്ള പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ജനറൽ വിഭാഗത്തെ മാറ്റി നിർത്തി ഒരു മുസ്ലിം വനിതയ്ക്ക് പ്രസിഡന്റാവാനുള്ള അവസരം നിഷേധിച്ചതിന് മുസ്ലിം ലീഗ് മറുപടി പറയേണ്ടി വരുമെന്ന ഗുരുതരമായ ആരോപണം CPM പോലുള്ള ഒരു പുരോഗമന പ്രസ്ഥാനത്തിൻ്റെ നേതാവിൽ നിന്ന് ഉണ്ടാവാൻ പാടില്ലാത്ത ഏറ്റവും വലിയ ആരോപണമായിട്ടാണ് പാർട്ടി ഇതിനെ കാണുന്നത്. വിവരങ്ങളുമായി വയനാട്ടിൽ നിന്ന് സുർജിത്ത് അയ്യപ്പത്ത് തത്സമയം ചേരുന്നു. സുർജിത്ത്, വിശദാംശങ്ങൾ എന്തൊക്കെയാണ് ഈ വാർത്തയുടെ? SKN പനമരം പഞ്ചായത്ത് ഭരണം CPM-നായിരുന്നു. പഞ്ചായത്ത് പ്രസിഡന്റിനെ അവിശ്വാസ പ്രമേയത്തിലൂടെ പുറത്താക്കുകയാണ് ഉണ്ടായത്. അതിൽ LDF-നെ അനുകൂലിച്ച് നിന്നിരുന്ന ബെന്നി ചെറിയാൻ എന്ന വാർഡ് അംഗം അപ്പുറത്ത് വോട്ട് ചെയ്തു. അതായത് UDF-ന് അനുകൂലമായി വോട്ട് ചെയ്യുകയാണ് ഉണ്ടായത്. ഇതിനിടയിൽ ഈ വാർഡ് അംഗത്തിന് മർദ്ദനമേൽക്കുന്ന ഒരു അവസ്ഥ കൂടി ഉണ്ടായിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള പ്രതിഷേധം, പ്രക്ഷോഭം, അത്തരത്തിൽ വിഷയങ്ങളെല്ലാം തന്നെ ഉയർന്നു നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. CPM പ്രവർത്തകർക്കെതിരെ കേസെടുത്തതിൻ്റെ ഭാഗമായി CPM പൊതുയോഗങ്ങൾ സംഘടിപ്പിച്ചിരുന്നു. കഴിഞ്ഞ ദിവസവും ഒരു പൊതുയോഗം സംഘടിപ്പിച്ചു. ആ പൊതുയോഗത്തിലാണ് ഇത്തരത്തിലൊരു പരാമർശം ഉണ്ടായിരിക്കുന്നത്. ആ പരാമർശം എന്ന് പറയുന്നത് അത് അവിടുത്തെ ആ വിഷയമാണിപ്പോൾ ലീഗ് ആയുധമാക്കുന്നതും അതോടൊപ്പം തന്നെ അത് ഇതിനെതിരെ പരാതി ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് പോകുമെന്നുള്ളതാണ് യൂത്ത് ലീഗിൻ്റെ പഞ്ചായത്ത് കമ്മിറ്റിയുടെ പ്രസിഡന്റായിട്ടുള്ള ഇസ്ഹാക്ക് വ്യക്തമാക്കുന്നത്. അദ്ദേഹം SP-ക്ക് പരാതി നൽകുമെന്നുള്ള കാര്യമാണ് പറയുന്നത്. അതേസമയം N. പ്രഭാകരൻ പറയുന്നത് ഒരാളെപ്പോലും വ്യക്തിപരമായി അധിക്ഷേപിക്കാനുള്ള തരത്തിലുള്ള പരാമർശം ഉണ്ടായിട്ടില്ല. അവിടെ പഞ്ചായത്ത് പ്രസിഡന്റിനെ ആദ്യം നിശ്ചയിച്ചത് ഒരു മുസ്ലിം വിഭാഗത്തിലുൾപ്പെട്ട സ്ത്രീയെ ആയിരുന്നു. ആ സ്ത്രീയെ മാറ്റി മറ്റൊരു ആദിവാസി വിഭാഗത്തിൽ ഉൾപ്പെട്ട ഒരാൾക്ക് പ്രസിഡന്റ് സ്ഥാനം കൊടുത്തു. ഇത് കോൺഗ്രസിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് എന്നുള്ളതാണ്. ഇതിന് മറുപടി പറയേണ്ടി വരും എന്നുള്ള തരത്തിലുള്ള പരാമർശമാണ് തന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത്. അത് രാഷ്ട്രീയമാണ് എന്നുള്ളതാണ് N. പ്രഭാകരൻ വ്യക്തമാക്കുന്നത്. SK